Sevens Golden Diamonds, Ermalur, Vadadala. പല്ലാരിമംഗലത്ത് ഭക്ഷ്യസുരക്ഷാ ദിനാചരണം നടത്തി. പല്ലാരിമംഗലം ദേശീയ വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായാണ് കുവള്ളൂർ LP സ്കൂളിൽ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനാചരണം സംഘടിപ്പിച്ചത്. പല്ലാരിമംഗലം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മൈദീൻ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ തയ്യാറായിട്ടിരിക്കണം. ഓക്കെ, ഈ ഭക്ഷ്യസുരക്ഷാ ദിനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലോ അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആചരിക്കണേന്ന് അറിയാമോ? ഇത് ഓരോ ദിനങ്ങൾ നമ്മൾ ആചരിക്കണേന് ഓരോ ലക്ഷ്യങ്ങളില്ലേ? ഇല്ലേ? വെറുതെ ഇങ്ങനെ ആചരിക്കുകയാണോ? ഓരോ ദിനങ്ങൾ ആചരിക്കുന്നതിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് കുറെ ആൾക്കാർ വിശപ്പ് കാരണം ഒക്കെ മരിച്ചു പോകുന്നില്ലേ? നിങ്ങൾ ന്യൂസിലും പത്രത്തിലും ഒന്നും കണ്ടിട്ടില്ലേ? ചില സ്ഥലത്തൊക്കെ പട്ടിണി കിടന്ന് പിള്ളേര് ഭക്ഷണം കഴിക്കാനില്ലാണ്ടൊക്കെ മരിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? അപ്പൊ അങ്ങനെ ലോകത്തില് കുറെ ആളുകളൊക്കെ ഭക്ഷണം കിട്ടാണ്ടൊക്കെ ദാരിദ്ര്യവും വിശപ്പും ഒക്കെ കാരണം മരണപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഈ ദിനങ്ങളൊക്കെ ആചരിക്കണേന്റെ ഈ ദിനം ആചരിക്കണേന്റെ ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ ഓരോ രാജ്യത്തിന്റെയും കാർഷികമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ഭക്ഷണ ഉൽപാദനങ്ങളൊക്കെ അതൊക്കെ മെച്ചപ്പെടുത്തുക, അതിനെ പറ്റിയിട്ടൊക്കെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ ജനങ്ങൾക്ക് അവബോധം കൊടുക്കുക, ബോധവൽക്കരിക്കുക. അതായത് കൃഷിയുടെ ഒക്കെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് RBSK നൈസ് ബെൽസി ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ദേശീയ വായനശാല പ്രസിഡന്റ് K. യൂസഫ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക മിനി ജോർജ്, വായനശാല സെക്രട്ടറി M. ബഷീർ, സ്കൂൾ മാനേജർ KS അബ്ദുൽ കലാം, കഥാകൃത്ത് സിറാജ് പഴയെടുത്ത്, ഇടം പ്രവാസി സംഘടനാ വൈസ് പ്രസിഡന്റ് ഷൗക്കത്ത് അലി, M. ബൽക്കീസ് എന്നിവർ സംസാരിച്ചു. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തോ അത് കൈക്ക് സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രം ഭക്ഷണം ഉണ്ടാക്കുക, അല്ലേ? വീട്ടിൽ അമ്മയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോ എങ്ങനെയാ? കൈയൊക്കെ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകിയ ശേഷം ഉണ്ടാക്കാൻ പറയണം. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അതുപോലെ ഭക്ഷണമൊക്കെ തുറന്നു വെച്ചതാണോ കഴിക്കേണ്ടത്, അടച്ചു വെച്ചിട്ടാണോ കഴിക്കേണ്ടത്? ഭക്ഷണമൊക്കെ അടച്ചു വെച്ച് മാത്രം കഴിക്കുക. വെള്ളം കുടിക്കണത് എങ്ങനത്തെ വെള്ളം കുടിക്കണം? ന്യൂസ് ബ്യൂറോ, കോതമംഗലം.